ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത്, എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഒരു വീഡിയോ ചെയ്യുമെന്ന്. ആ കമൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു സിസ്റ്റർ രണ്ടാമത്തെ പ്രാവശ്യമാണ് തോന്നി ഈ ഒരു കമൻറ്റ് ഇടുന്നത്. പക്ഷെ ഞാൻ ആ വീഡിയോ ചെയ്യാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അറിയാത്തൊരു കാര്യത്തിനെ പറ്റി വീഡിയോ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ്. അനക്ക് പൊതുവെ അറിയുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ അവിടുന്ന് ഇവിടുന്ന് കേട്ട കുറച്ച് കാര്യങ്ങളും എല്ലാം ആണ് അനക്കിനെ പറ്റി അറിയൂ. ഞാനതൊന്നും മെസ്സേജ് ചെയ്തിരുന്നു. പക്ഷെ ആ കുട്ടി രണ്ടാമതൊരു കമൻറ്റ് ഇട്ടിട്ട് കണ്ടപ്പോൾ ഞാൻ വെച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്ന രീതിയിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് കൂടുതലായിട്ട് അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് അത് അങ്ങനെയാണ്, അതെങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പേഴ്സണലി. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒരു കാരണം കൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ലേറ്റ് ആക്കിയത്. അതുകൊണ്ട് എനിക്കൊരു ചെയ്യാനൊരു കാരണം, നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ ചിലപ്പോൾ അവരത് കേട്ടവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് അവർക്ക് വരുമല്ലോ. അങ്ങനെ ഇപ്പം നമുക്ക് വ്യൂ കിട്ടാൻ മാത്രമായിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനത് ലേറ്റ് ആക്കിയത്. വേറെ ഒന്നും വിചാരിക്കരുത് സിസ്റ്റർ. അപ്പം നമുക്ക് കാര്യത്തോട് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ടോപ്പിക്ക് വേറെ ഒന്നല്ല, പ്രൈവറ്റ് പാർട്സിൽ സ്മെല്ല്, ഇറിറ്റേഷൻ, ഡാർക്ക്നെസ്, ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇതിനൊക്കെ പറ്റിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ബാഡ് സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ, ചിലവർക്ക് ഈ ആർത്തവത്തിൻ്റെ സമയത്ത്, അതായത് പീരീഡ്സിൻ്റെ സമയത്ത് എന്താ പറയണ്ടേ, ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് ചിലപ്പോൾ വെജനൽ ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആ ഡിസ്ചാർജിൻ്റെ സ്മെല്ല് കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്താണ് അധികം ആൾക്കാർക്കും കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്. അതായത് വെജനൽ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ചിലവർക്ക് യെല്ലോ കളറിൽ വരാറുണ്ട്, ചിലവർക്ക് വൈറ്റ് കളറിൽ വരാറുണ്ട്, അങ്ങനെ പല കളറിൽ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടാവും. അധികം ആർത്തവ പീരീഡ്സ് അടുത്ത് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആഫ്റ്റർ പീരീഡ്സിന് ശേഷമോ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്മെല്ല് ചിലപ്പോൾ ഉണ്ടാകാൻ. അതിന് ചില കാരണങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നത്. ചിലപ്പോൾ നമ്മൾ ഹോർമോൺസ്, അതായത് ഈ പീരീഡ്സ് ആകുന്ന സമയത്ത് അതിനൊരു മെയിൻ കാരണമാണ് ഹോർമോൺസിൻ്റെ നമ്മളെ ഇംബാലൻസ് വരുന്നത്. അതായത് നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് നമ്മളെ ഹോർമോണിൽ എന്താ പറയുക, ഇംബാലൻസ് വരും. പിന്നെ ഈ സ്മെല്ല് വരുന്നത് ചിലവർക്ക് ശരീരം നമ്മൾ അധികമായിട്ട് വേർക്കുന്നവരുണ്ടാവില്ലേ, ആ വേർക്കുന്നവർക്ക് ചിലപ്പോൾ എന്താ പറയണ്ടേ, ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട് പ്രൈവറ്റ് പാർട്സിൽ. പിന്നെ ഈ വെളുത്തുള്ളി ചേർത്തിട്ടുള്ള ഐറ്റംസ് ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക, ബാഡ് സ്മെല്ല് ഉണ്ടാവുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പിന്നെയുള്ളത് ഈ ഷുഗർ ഇല്ലേ, പ്രമേഹം ഉള്ളവർക്കും ഈ സ്മെല്ല് ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ സെക്സിന് ശേഷം ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അതായത് വെജനൽ ഡിസ്ചാർജ് ഉണ്ടാവും, എന്നാൽ ആ ബാഡ് സ്മെല്ലായിട്ട് മാറാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫുഡിലുള്ള ഓരോ ഇതില്ലേ, നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരിലും ഇങ്ങനെ ഒരു ഇതുണ്ട് കാണാറുണ്ടെന്നും ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്മെല്ല് വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്നേ എനിക്കറിയത്തുള്ളൂ. പിന്നെ അധികം ഓവറായിട്ട് ഡാർക്ക് സ്മെല്ലെല്ലാണെങ്കിൽ നമ്മൾ അധികം പരീക്ഷണങ്ങൾ ചെയ്യാണ്ട് ഡോക്ടറെ പോയി കാണിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിപ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ, നമുക്ക് സ്കിന്നിൽ ഇപ്പോൾ ഡാർക്ക്നെസ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ മുഖത്തെല്ലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇതൊക്കെ പ്രൈവറ്റ് പാർട്സിൽ ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മളൊരു ഹോം റെമഡി ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ഹോസ്പിറ്റലിൽ പോയിട്ട്, ഗൈനക്കോളജിയാണ് ഇത് കുറച്ചും കൂടെ ആപ്റ്റ് ആകുന്നത്, കാണിക്കുന്നത് നല്ലത്. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പരീക്ഷണങ്ങൾക്കൊന്നും നിന്നില്ല. അന്നേരം യൂട്യൂബൊന്നും അധികം ഇല്ലാത്ത സമയമായിരുന്നു. ഞാൻ നേരെ ഡോക്ടറെ കാണിക്കുക ചെയ്തത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാനൊരു ടാബ്ലറ്റ് തന്നു. പിന്നെ എനിക്ക് ചെറിയ ഇച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഓയിൽമെൻറ്റും കൂടെ തന്നു. അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ആ സ്മെല്ലിങ്ങും ഇച്ചിങ്ങും ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ
കാണിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഹോം റെമഡി എല്ലാം നമുക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഹോം റെമഡി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു കാര്യത്തിലും. കാരണം അധികം കൂട്ടർക്കും ഇതൊന്ന്, പ്രത്യേകിച്ച് കല്യാണമൊന്നും കഴിയാത്ത കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ലേഡി ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഗൈനക്കോളജി അങ്ങനെയുള്ളവരെ കാണിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം പറഞ്ഞത്. പിന്നെ നമുക്കിപ്പം ഇച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നത് നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ ഹോം റെമഡി നമുക്ക് ചെയ്യാം. വെച്ചാൽ അധികം എന്താ പറയണ്ടേ, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. ഹോം റെമഡീസ് ഒന്നും ഇന്റേണൽ ആയിട്ടൊന്നും ഒരു ഹോം റെമഡി എടുത്ത് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ അതായത് ഇതിനൊരു കാരണം വെച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. പിന്നെ ഈ ഇറിറ്റേഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പീരീഡ്സിൻ്റെ ആഫ്റ്റർ പീരീഡ്സ് ഡേയ്സുകളിൽ നമുക്ക് പിന്നെ ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് പീരീഡ്സിന് മുന്നേ ആയിരിക്കും. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ആർത്തവത്തിൻ്റെ ഇതിലുണ്ടായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എല്ലാം കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ ആർത്തവം കഴിഞ്ഞതിന് ശേഷം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് വൃത്തി കൂടുതലുള്ള ആൾക്കാരുണ്ട്. അതായത് ഹൈജീനിക്ക് കുറച്ച് അധികമുള്ള ആൾക്കാർ. അവരിങ്ങനെ എന്താ പറയുക, പ്രൈവറ്റ് പാർട്സ് ഒരുപാട് അങ്ങനെ സ്മെല്ലും ഇറിറ്റേഷനെല്ലാം വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് വാഷ് ചെയ്യും. അതായത് നമ്മൾ ശരിക്കും ഡെയിലി എന്താ പറയണ്ട, സോപ്പ് അധികം പതപ്പിച്ച് വാഷ് ചെയ്യുന്നത് നല്ലതല്ല ആ സ്ഥലത്ത്. അപ്പോൾ അവിടെയുള്ള നല്ല ബാക്ടീരിയകൾ നശിച്ചിട്ട് അവിടെ ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയസ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങും. അതിൻ്റെ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടും എന്ന് പറയും ശരിക്കും. അതുകൊണ്ട് ഓവറായിട്ട് ഈ സോപ്പിട്ട് പതപ്പിച്ചിട്ട് കഴുകുന്നത് നല്ലതല്ല. ഡെയിലി ദിവസത്തിൽ ഒരു തവണ മാത്രം നമ്മൾ ഇതിട്ടിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. അതും എന്താ പറയണ്ടേ, വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗിക്കണം. മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി എല്ലാ തവണയും നമ്മൾ ശരിക്കും നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വജൈനക്കൊരു ഇതും കൂടിയുണ്ട്. നമ്മൾ സ്വയം ശുദ്ധീകരിക്കാനുള്ള കഴിവും കൂടെ നമ്മുടെ വജൈനക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് അതിനെ വൃത്തിയാക്കേണ്ട ആവശ്യം ഇല്ല. ഡെയിലി വൺസ് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഓവറായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ബാക്ടീരിയാസ് എല്ലാം, നല്ല ബാക്ടീരിയാസ് എല്ലാം നശിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാവും നമുക്ക്. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുന്നിൽ നിന്ന് ബാക്കോട്ടൊക്കെ വാഷ് ചെയ്യാവൂ, ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് വാഷ് ചെയ്യരുത്. അത് ഒരണുബാധക്ക്, ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് വാഷ് ചെയ്യുന്നത് ഒരണുബാധക്ക് കാരണമാകും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധ കുട്ടികൾക്കെല്ലാം അറിയാതിരിക്കുന്ന കാര്യമായിരിക്കും. കാരണം എന്താ പറയണ്ടേ, നമ്മളിപ്പോൾ ബാത്റൂമിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അണുക്കളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് വാഷ് ചെയ്താൽ ആ അണുക്കൾ കൂടി നമ്മുടെ പ്രൈവറ്റ് വാട്ടർ വജൈനയുടെ ഏരിയയിലേക്ക് വരും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ ആവുന്നുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും എന്താ പറയുക തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളയണം കേട്ടോ. പിന്നെ നമ്മളെപ്പോൾ കോട്ടൻ്റെ ഇന്നർവെയേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ ഇന്നർവെയേഴ്സും വാഷ് ചെയ്യുന്നത് മൈൽഡ് എന്താ പറയുക സോപ്പ് വെച്ചിട്ടാണ്, ഷാമ്പു അല്ല, മൈൽഡ് സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്യാവും. പിന്നെ അത് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തിട്ടിട്ട് തന്നെ ഉണക്കാൻ ശ്രദ്ധിക്കുക. ഈ ഇറിറ്റേഷനും സ്മെല്ലെല്ലാം ഉള്ളവർ പ്രത്യേകിച്ച് വെയിലത്ത് തന്നെ ഇട്ടിട്ട് ഉണക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പം വെയിലിൻ്റെ കാര്യം പറയാണ്ടിരിക്കുന്ന വേണം, ഇപ്പം മഴയാണ്. അപ്പം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, നല്ലോണം ഡ്രൈ ആയി ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ടാവും. എന്നല്ല 100% ഉണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഈ ബാഡ് സ്മെല്ലും ഈ ഇറിറ്റേഷനും കുറച്ച് നമുക്ക് ഹോം റെമഡി ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇളം ചൂട് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിടുക. ഓരോരുത്തർ പറയുന്നതൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ ഒരുപാട് ഉപ്പിട്ടിട്ട് കഴുകിയാൽ ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെ മാറുന്നു. അങ്ങനെയൊന്നും മാറാൻ പോകുന്നില്ല. കാരണം അവിടെ അധികം അങ്ങ് ഉപ്പിട്ട് അവിടെ അണുക്കൾ നശിപ്പിക്കേണ്ട കാര്യത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഒരു ലൈറ്റ് ചൂടുവെള്ളം എടുക്കും, അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടുക. ഏകദേശം നമ്മളിപ്പോൾ
നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൽ കുടിക്കാൻ പാകത്തിന് ഉപ്പിടുന്നില്ലേ, ആ ഒരു ഇതിൽ ഉപ്പിൻ്റെ അളവ് കൊണ്ടും ഉപ്പിട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വാഷ് ചെയ്യേണ്ട, ഒരു ദിവസം 1 or 2 തവണ വാഷ് ചെയ്താൽ മതി. സ്മെല്ലും കുറഞ്ഞു കിട്ടും, ഇറിറ്റേഷനും കുറഞ്ഞു കിട്ടും. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ കല്ലുപ്പന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അയഡിൻ ചേർത്ത് ഉപ്പിനെക്കാട്ടിയും നല്ലത് കല്ലുപ്പ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇറിറ്റേഷനൊക്കെ ഒഴിവാക്കാനും എന്താ പറയണ്ടേ, നമുക്കൊരു ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതായത് ചില ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് തൈരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൈരിൽ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് തൈര്. അത് കഴിക്കാൻ നോക്കുക. അപ്പോൾ അത് കഴിക്കുമ്പോൾ നിങ്ങൾ ഈ ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ടോ ഉപ്പിട്ടിട്ട് കഴിക്കുന്നവരുണ്ട്, തൈര് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്നവരുണ്ട്. ആ രീതിയിലൊന്നും അതൊന്നും ഇടാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതൊരു കാര്യം. പിന്നെ ഓവറായിട്ട് നമുക്ക് ചൊറിച്ചലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും എല്ലാ ടൈമൊന്നും വേണ്ട, ഡെയിലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് പുറമേയാണ്, ഉള്ളിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതായത് എക്സ്റ്റേണൽ യൂസ് മാത്രം, ഇന്റേണലായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഇന്റേണലായിട്ട് പോകുന്ന എന്താ പറയുക രീതിയിലും അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാം. ഞാൻ 100% നമുക്കിപ്പം ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, അത് പണ്ടേ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരുപാട് ഉപ്പിട്ട് വാഷ് ചെയ്യുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. പിന്നെ വെർജിൻ ഓയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ രീതിയിൽ എഫക്റ്റഡ് ആവാത്ത സംഭവങ്ങളാണ്. വേറെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തേക്കാണ് കേട്ടോ. വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്താൽ തന്നെ എന്താ പറയുക, ഇറിറ്റേഷൻ ചൊറിച്ചിലൊക്കെ കുറച്ച് മാറിക്കിട്ടും. പിന്നെ വരുന്നത് ഡാർക്ക്നെസ് ആണ്. ഡാർക്ക്നെസ് ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷേവിങ് ക്രീംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഷേവിങ് ക്രീംസിൻ്റെ യൂസിൽ നമുക്ക് ഡാർക്ക് കളർ ഉണ്ടാവും. പിന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ട്രിമ്മർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ഉണ്ടാവും. പിന്നെ നമ്മൾ ഇന്നർവെയേഴ്സ്, ടൈറ്റുള്ള ഇന്നർവെയേഴ്സ് ഉപയോഗിച്ചാലും ഡാർക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്നർവെയേഴ്സ് നമ്മൾ ഒരുപാട് ടൈറ്റുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈറ്റ് അല്ലാത്ത നമ്മൾ എന്താ പറയണ്ടേ, ശരീരത്ത് എന്താ പറയണ്ടേ, നമുക്ക് വേദനയാകാത്ത രീതിയിലുള്ള ഇന്നർവെയേഴ്സ് ഉപയോഗിക്കുന്നത് അത് എപ്പോൾ ബെറ്റർ. അതിപ്പോൾ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും അതാണ് ബെറ്റർ. ഞാൻ പ്രൈവറ്റ് പാർട്ടിലെ ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് 1 ടീസ്പൂൺ കറ്റാർ വാഴൻ്റെ ജെല്ലെടുക്കുക. അതിൻ്റെ മഞ്ഞ കറ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ എടുക്കുന്ന കറ്റാർ വാഴയാണെങ്കിൽ അതിനകത്ത് കറ വരും. അതിപ്പോൾ അത് ചൊറിച്ചിൽ കൂട്ടുകയുള്ളൂ കേട്ടോ. ആ മഞ്ഞ കറ ഒന്ന് ഒഴുകി പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ജെല്ലെടുക്കുക. എന്നിട്ട് അതിനകത്ത് 1 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ പ്രൈവറ്റ് പാർട്ടിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 50 മിനിറ്റ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ഒരിക്കൽ ചെയ്തൊന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അവിടെ ഒരു ചെറിയൊരു പാർട്ടിൽ മാത്രം. ഇറിറ്റേഷനൊന്നും ഇല്ലയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കാവൂ. പിന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിനും ഒക്കെ ബെറ്റർ. നമുക്കിപ്പോൾ ഉപ്പിട്ട് കഴുകുന്നതിനും വെർജിൻ ഓയിലൊന്നും തേക്കുന്നതിനൊന്നും വലിയ ഇതില്ല. പക്ഷേ ഈ ഡാർക്ക്നെസ് മാറുന്നത് ഞാൻ യൂസ് ചെയ്തില്ല, പറയുന്നത് കേട്ടിട്ടുള്ള അറിവാണ്. ചില ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം കേട്ടിട്ടുള്ള അറിവ് ഞാൻ പറഞ്ഞു തന്നെയാണ്. അല്ലാണ്ട് ഞാനിത് യൂസ് ചെയ്തില്ല. പിന്നെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ ശരിക്കും നിങ്ങൾക്ക് ഡോക്ടർ എടുക്കുക, അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ എടുക്കുക തന്നെ പോയിട്ട് ഇതിനൊക്കെ മാർഗങ്ങൾ കാണുന്നതാണ് ബെറ്റർ എന്ന് ഞാനിപ്പം പറയും. കാരണം ഇതൊക്കെ എന്തെങ്കിലും കുറച്ച് എന്താ പറയണ്ടേ, കുറച്ച് രൂക്ഷമായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചിലപ്പോൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ അവസ്ഥ വരെ നമ്മൾ എത്തിക്കേണ്ടതെന്നത്. പിന്നെ ഇറിറ്റേഷനിലുള്ളവർ മാക്സിമം ഡോക്ടറെ കൺസൾട്ടേഷനോട് കൂടി മാത്രം മരുന്നുകളും എല്ലാം ഉപയോഗിക്കുക. കാരണം അധികം നമ്മൾ അവിടെ ഇവിടെ പരസ്യത്തിൽ കണ്ടതും എന്താ പറഞ്ഞു കേട്ട ക്രീമുകളും മരുന്നുകളൊക്കെ വാങ്ങിച്ച് തടുന്നതുമൊക്കെ നമുക്ക് തന്നെ ലാസ്റ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഓവറായിട്ട് ഡാർക്ക് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ, ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ
മാക്സിമം ഡോക്ടറെ കാണിക്കുന്നത് നല്ലത്. പിന്നെ വെജൈനൽ ഡിസ്ചാർജിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ എടുക്കുക, ഉറപ്പായിട്ട് പോകണം. കാരണം ഉള്ളിലുള്ള ഇൻഫെക്ഷൻ്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് വെജൈനൽ ഡിസ്ചാർജിൻ്റെ കളറിൽ ചേഞ്ച് വരാനുള്ളത്. കാരണം ഡാർക്ക് ബ്രൗണിഷ് എല്ലാം ആണെങ്കിൽ ഉറപ്പാണ് എന്തോ ഇൻഫെക്ഷൻ ഉള്ളിലുണ്ട്. ആ സ്മെല്ലും അങ്ങനെ ഒരു ഡാർക്ക് സ്മെല്ലെല്ലാം ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അറിയാത്ത കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എന്താ പറയണ്ടേ, ജസ്റ്റ് ഇവിടുന്ന് നോക്കിയിട്ട് എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഇതൊക്കെ നമുക്ക് എന്താ പറയണ്ടേ, മുഖത്ത് തടുന്നതൊന്നും പോലെയല്ല ഇതൊന്നും. മുഖത്താണെങ്കിലും തടുന്നതാണെങ്കിലും ഞാൻ ഉപയോഗിച്ച് ഫലം കണ്ടത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം നമുക്കിപ്പം വ്യൂ കൂടുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ഹെൽപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കണ്ടൻസ്, ഏതൊക്കെ കണ്ടന്റ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യും. അറിയാത്തയാണെങ്കിൽ ഞാൻ അറിയില്ല അതെന്നെ പറയും കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ കമൻറ്റുകൾ ഉണ്ടാകുന്നതായിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി ഇതിൻ്റെ പേരിൽ എത്ര ബാഡ് കമൻറ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അറിയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.